പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം വാഹനത്തിലേക്ക് കയറ്റുകയാണ് ഇപ്പോൾ. കണ്ണൻ നായർ കൂടി ചേർന്നുണ്ട്. പൊതുദർശനം അവിടെ നടക്കുന്നുണ്ട്. അവിടെ നിരവധി പേർ, ബന്ധുക്കളും നാട്ടുകാരുമായ ആളുകൾ, ജനപ്രതികൾ, നിരവധി ആളുകളാണ് അവിടേക്ക് ഈ ദാരുണമായ സംഭവം അറിഞ്ഞ് നേരത്തെ മുതലെത്തിയത്. അവരുടെ പ്രതികരണങ്ങളും അവരുടെ ഞെട്ടലും അവരുടെ സങ്കടവും ഒക്കെ നമ്മൾ നേരത്തെ കണ്ടതാണ്. ഇപ്പോൾ ആശുപത്രിയിൽ ഒരു ചെറിയ പൊതുദർശനം അവിടെ ഒരുക്കിയിട്ടുണ്ട്. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. ബിജു നേരത്തെ ഈ ആശുപത്രിയിൽ ജോലി ചെയ്തിരുന്ന ആളാണ്. കണ്ണൻ നായർ ചേരുന്നുണ്ട്. കണ്ണൻ, അത്യന്തം ദുഃഖകരമായ ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ പറഞ്ഞ അദ്ദേഹത്തെ എനിക്ക് തോന്നുന്നു ബിജു പി ജോർജ് ആണ് എന്നുള്ളത്. ബിജു പി ജോർജ് അവിടെ നേരത്തെ ജോലി ചെയ്തിരുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ പൊതുദർശനമാണോ? എന്താണ് കൂടുതൽ വിവരങ്ങൾ? ബിജു പി ജോർജ് നേരത്തെ സൈനികനായിരുന്നു. സൈനിക സേവനം പൂർത്തിയാക്കിയ ശേഷം അദ്ദേഹം കൊട്ടാരക്കര ജനറൽ ആശുപത്രിയിൽ സുരക്ഷാ വിഭാഗം ജീവനക്കാരനായി ജോലി ചെയ്തിരുന്നു. കുറേയേറെ കാലം അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ജീവനക്കാർക്ക്, അവിടുത്തെ മറ്റ് ആശുപത്രി സ്റ്റാഫിനൊക്കെ തന്നെ കൃത്യമായി അദ്ദേഹത്തെക്കുറിച്ച് അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഒരു അന്ത്യയാത്രയ്ക്ക് മുമ്പ് അദ്ദേഹത്തിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ അവിടുത്തെ ജീവനക്കാർക്ക് അവസരമൊരുക്കിയത്. പോസ്റ്റ്മോർട്ടം അല്പസമയം മുമ്പാണ് പൂർത്തിയാക്കി ഇതേ ഹോസ്പിറ്റലിലെ മോർച്ചറിയിൽ നിന്ന് പുറത്തേക്ക് ഇറക്കിയത്. അതിനുശേഷം ആംബുലൻസിൽ ഈ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിന് മുന്നിലേക്ക് അദ്ദേഹത്തിൻ്റെ മൃതദേഹം എത്തിക്കുകയായിരുന്നു. 10 മിനിറ്റോളമായി മൃതദേഹം എത്തിച്ചിട്ട് ആ മൃതദേഹത്തിൽ ഇവിടെയുള്ള ജീവനക്കാർ, അതുപോലെ തന്നെ അദ്ദേഹത്തെ അറിയാവുന്ന ആൾക്കാർ, സമീപത്ത് അദ്ദേഹത്തോടൊപ്പം സഹകരിച്ച ആൾക്കാരൊക്കെ തന്നെ ഇവിടെ എത്തി അന്തിമ ഉപചാരം അർപ്പിക്കുകയാണ്. അല്പസമയത്തുള്ളിൽ ആ ചടങ്ങുകൾ പൂർത്തിയാക്കും. അതിനുശേഷം മൃതദേഹം മോർച്ചറിയിലേക്കാണ് മാറ്റുന്നത്. നേരത്തെ മത്തായി ഈപ്പൻ്റെ മൃതദേഹവും മോർച്ചറിയിലേക്ക് മാറ്റിയിരുന്നു. ഇപ്പോൾ 2 പേരുടെ സംസ്കാര പോസ്റ്റ്മോർട്ടം കൂടിയാണ് നടക്കേണ്ടത്. പോസ്റ്റ്മോർട്ടം ഇനി അല്പസമയത്തിനുള്ളിൽ 2 പേരുടെ നിഖിൽ, അനു എന്നിവരുടെ 2 പേരുടെ പോസ്റ്റ്മോർട്ടം അല്പസമയത്തിനുള്ളിൽ നടക്കും. ഇവിടെ മുൻ ജീവനക്കാർ, അടുത്ത ബന്ധുക്കളൊക്കെ തന്നെ ഇവിടെയൊക്കെ എത്തുന്നു. അദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ വേണ്ടി എത്തുന്ന ഒരു കാഴ്ചയാണ്. കാര്യം ഇവിടുത്തെ ആൾക്കാരോട് സംസാരിക്കുമ്പോൾ വളരെ സഹൃദയനായി എല്ലാവരോടും വളരെ സ്നേഹത്തോടു കൂടി സംസാരിക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നു എന്നാണ് നമുക്ക് ഇവിടുത്തെ ജീവനക്കാരോട് സംസാരിക്കുമ്പോഴൊക്കെ തന്നെ മനസ്സിലാക്കുന്നത്. 30-ാം തീയതി മകളുടെ വിവാഹം നടത്തിയ സമയത്ത് ഇവിടുത്തെ ജീവനക്കാരെയൊക്കെ തന്നെ വിളിച്ചിരുന്നു. വലിയ സന്തോഷത്തോടു കൂടി ഒരു ആഘോഷമാക്കി, ഒരു നാടിൻ്റെ ആഘോഷമാക്കി ആ വിവാഹം നടത്തിയതാണ്. അതിനുശേഷം മകനും മരുമകളും മധുവിധ ആഘോഷത്തിനായി മലേഷ്യയിലേക്ക് പോയി. അവർ തിരിച്ചു വരുന്ന ഒരു സന്തോഷമുണ്ടായിരുന്നു. അവരെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നിഖിലിൻ്റെ അച്ഛനും ഒപ്പം തന്നെ ബിജു പി ജോർജും ഇന്നലെ വൈകിട്ട് 10 മണിയോട് കൂടിയാണ് സ്വന്തം വീട്ടിൽ നിന്ന് ഇവിടെ തിരുവനന്തപുരത്തേക്ക് പോകുന്നത്. തിരുവനന്തപുരത്തേക്ക് പോയി 2 മണിയോടുകൂടി അവർ ഇരുവരെയും കൂട്ടി തിരിച്ചിങ്ങോട്ട് വരുന്ന സമയത്ത് വീട്ടിൽ നിന്നിലേക്ക് എത്താൻ 7-8 കിലോമീറ്റർ മാത്രമാണുള്ളത്. ആ സമയത്താണ് ഇത്തരത്തിലുള്ളൊരു അപകടം ഉണ്ടായത്. ഉറങ്ങിപ്പോയത് തന്നെയാണ് അപകടത്തിന് കാരണമെന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരും പ്രാഥമികമായിട്ടുള്ള പരിശോധന അത് തന്നെയാണ്. മോട്ടോർ വാഹന വകുപ്പ് അക്കാര്യം വിശദമായി തന്നെ പറയുന്നുണ്ടായിരുന്നു. ഒരുപക്ഷെ വേഗതയുടെ കാര്യം നേരത്തെ ഒരു സംശയമായി പറയുന്നുണ്ടായിരുന്നു. വേഗത സ്വാഭാവികമായും അത് വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. ഉറങ്ങിപ്പോവുകയാണെങ്കിൽ അതൊരു ഇറക്കമുള്ള പ്രദേശമാണ്, ചെറിയ ഇറക്കമാണ്. വാഹനത്തിൻ്റെ വേഗത ബോധപൂർവമല്ലാതെ തന്നെ ഡ്രൈവർ ഉറങ്ങിപ്പോകുന്നതിൻ്റെ സാഹചര്യത്തിൽ വേഗത കൂടാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് ഉദ്യോഗസ്ഥൻ പറയുന്നത്. അപ്പോൾ ഈ വേഗതയും ഉറക്കവും രണ്ടും കൂടി ഉണ്ടായ വലിയ ആഘാതമാണ് ആ വാഹനത്തിൽ പരിശോധനയിൽ കാണാൻ കഴിഞ്ഞത് എന്നതാണ് പറയുന്നത്. ഇപ്പോൾ ബിജുവിൻ്റെ മൃതദേഹം പത്തനംതിട്ട ജനറൽ ആശുപത്രി, അദ്ദേഹം നേരത്തെ ജോലി ചെയ്തിരുന്ന പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ പൊതുദർശനത്തെ വച്ചിരിക്കുന്നു. ഇപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരോടും അതേ രീതിയിൽ ഇടപെടാൻ നല്ല തന്മയത്തുള്ളൊരു മനുഷ്യൻ. എത്ര കൊല്ലം ഉണ്ടായിരുന്നു ഇവിടെ? ഇവിടെ ഒരു 6-7 വർഷം. ഇപ്പോൾ ഒരു 6 മാസമായി പുള്ളി ലേക്ക് സ്റ്റോറിൽ സെക്യൂരിറ്റി ഓഫീസറായിട്ട് പോയിട്ട്. ഈ വിവാഹത്തിനൊക്കെ പോയിരുന്നു മകൾ? പോയിരുന്നു. ഇത് ആഘോഷമായിട്ട് നടത്തിയതാണല്ലേ? തീർച്ചയായും. അതെ, വളരെ കണ്ടില്ലേ, സ്റ്റാഫൊക്കെ വളരെ ദുഃഖത്തില്ലേ. അതെ, താങ്ക്സ്. രതീഷ്, ഇപ്പോൾ ഇവിടെ സെക്യൂരിറ്റി ചുമതലയിലുള്ള അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകനായിരുന്ന വ്യക്തിയുടെ പ്രതികരണമാണ് കേട്ടത്.